സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി, മലയാളം വാരികയുടെ പത്രാധിപർ തുടങ്ങിയ നിലയിലൊക്കെ ദീർഘകാലം സേവനമനുഷ്ഠിച്ച MV ബെന്നിച്ചേട്ടനാണ് നമ്മോടൊപ്പം. ബെന്നിച്ചേട്ടാ നമസ്കാരം. നമുക്ക് അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം CPMൻ്റെ അകത്തൊക്കെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് SNDP യോഗം ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് ചോർന്നിരിക്കുന്നു, അത് ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് CC ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി CPMൻ്റെ SNDPയോടുള്ള ഒരു സമീപനം വരും ദിവസങ്ങളിൽ, വരും ഭാവിയിൽ? CPMൽ വലിയ ഒരളവിൽ കേഡർമാർ ഈഴവരാണ്, വലിയ ഒരളവിൽ. അവരെല്ലാവരും നാളെ CPMന് വേണ്ടി SNDPയെ ഉപേക്ഷിക്കുകയോ SNDPക്ക് വേണ്ടി CPMനെ ഉപേക്ഷിക്കുകയോ അത്ര പെട്ടെന്ന് ഇത് നടക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ഒരു ഗൗരവമുള്ള കാര്യം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിലുള്ള ഈ റിലേഷൻ സാധാരണഗതിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ SNDPയും ഈ CPMും ഒക്കെ തമ്മിൽ ചെറിയ ചെറിയ ഉരസലുണ്ടാകാറുണ്ട്. എന്നാലും കൂടുതൽ ഈടവർ CPMനുള്ളതുകൊണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ ഒരു വിഷമകരമായ അവസ്ഥയുണ്ടായി. കാരണം ആ പഴയ കാലമല്ല. ഒരു 25, 30, 40 കൊല്ലം മുമ്പ് കേഡർമാരുടെ ജീവിതമല്ല ഇന്നത്തെ കേഡർമാരുടെ ജീവിതം. ആ തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം മാറ്റം വന്നു. അപ്പോൾ വളരെ പണ്ട് മിക്കവാറും നാട്ടിൻപുറത്തുകളൊക്കെ സഹാക്കളെ ഈ കാൽനടയായിട്ടാണ് പോയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ നാട്ടിലുള്ള സഹാക്കൾക്ക് ആ നാട്ടുകാരെ മുഴുവൻ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ മിക്കവാറും പേർക്ക് 2 വീലറായി, അല്ലെങ്കിൽ കാറായി. പാർട്ടിയുടെ തന്നെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പലതരത്തിലുള്ള സ്വാധീനം കൊണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ നിലവാരത്തിൽ നിന്ന് പിന്മാറാൻ CPMനും ബുദ്ധിമുട്ടുണ്ട്. ആ നിലവാരത്തിൽ നിന്ന് താഴോട്ട് മാറാൻ. CPM പണ്ട് SNDP യോഗത്തിൽ ഇടപെടാൻ ശ്രമിച്ച ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായി അങ്ങോട്ട് പോയവർ പിന്നെ തിരിച്ച് CPMലേക്ക് വന്നു എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ് അന്നും ഇന്നും. ഇപ്പോൾ പിണറായിയിൽ CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത എൻ്റെ നാട്ടുകാരൻ ഒരു ത്യാഗിയായ സഖാവുണ്ടായിരുന്നു, P. ഗംഗാധരൻ. P. ഗംഗാധരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ, ആദ്യം CPI അവിഭക്ത പാർട്ടി, പിന്നെ CPM അതിൻ്റെ വലിയ നേതാവും MLAയും ഒക്കെ ആയിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ പാർട്ടി ഇദ്ദേഹത്തെ ഉപയോഗിച്ച് SNDPയിൽ ഇടപെടാനൊക്കെ ശ്രമിക്കുകയും അങ്ങനെ കുറച്ച് ചരിത്രമൊക്കെ അതിൻ്റെ ഉണ്ട്. പക്ഷെ തിരിച്ചു വിളിക്കുമ്പോൾ ആളുകൾ വരുമോ എന്നുള്ളതാണൊരു ചോദ്യം. പാർട്ടി വിട്ടിട്ട് അവർ SNDP അല്ലെങ്കിൽ SNDPയായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ചുമതലകളെടുത്തു. ഇത് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുമ്പോൾ ഈ സൈന്യത്തിലെന്നതുപോലെ തിരിച്ചു വിളിക്കുമ്പോൾ തന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. പാർട്ടി എന്താ വിട്ടത്? പാർട്ടി വിടാനുണ്ടായിരുന്നൊരു സാഹചര്യം നിലവിൽ ചേട്ടന് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഈ SNDP, അതായത് നിലവിലെ ഒരുപാട് വോട്ടുകൾ, ഈഴവ വോട്ടുകൾ BJPയിലേക്ക് മറിയുന്നു എന്നൊരു വിലയിരുത്തലാണ് ഇപ്പം പുറത്തു വരുന്നത്. ഇപ്പോൾ അതെ, അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ചരിത്രമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇതിനു മുമ്പുള്ള കാലത്ത് ഇതിനു വേണ്ടി പാർട്ടി വിട്ട ആളുകൾ, SNDPയിലോ അതിലൊക്കെ വിട്ട ആളുകൾ പിന്നെ തിരിച്ചു വന്നില്ല. പിന്നീട് അവർ പാർട്ടി ശത്രുവായിട്ടൊക്കെ മാറുകയാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ ശത്രുവോ അങ്ങനെയൊക്കെ ഒരു ബന്ധം വഷളായി. അതൊരു കാരണമാണ്. ആ തരത്തിൽ ഇതിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം നമ്മൾ ഒരിടത്തും ചർച്ച ചെയ്യാത്തതുമായൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ ആ സ്ഥാനത്തും അസ്ഥാനത്തും ആഘോഷിക്കുന്നൊരു വാക്കാണ് നവോത്ഥാനം. യഥാർത്ഥത്തിൽ നവോത്ഥാനം മാർക്സിസമാണോ, അതല്ലെങ്കിൽ മാർക്സിസത്തിന് മുമ്പ് നടക്കേണ്ട ഒരു സാമൂഹ്യ പ്രക്രിയയാണോ നവോത്ഥാനം? ഇതൊക്കെ EMSനെ പോലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചർച്ചയും തർക്കമൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോൾ വേറൊരു തരത്തിലാണല്ലോ. ഇപ്പോൾ സാമുദായികമായ എന്തെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളുള്ള കാര്യങ്ങളിൽ നാടുകളിൽ അതിലിടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നവോത്ഥാന ഇടപെടലായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മാർക്സിസം നവോത്ഥാനമാണോ?
മാർക്സിസം അവിടെയാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഒരു വലിയ ഈഴവ മുതലാളി നവോത്ഥാനത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു പിന്നോക്ക സമുദായക്കാരെന്ന നിലക്ക് അയാൾക്ക് അനുകൂലമായ നിലപാടുകൾ, ഈഴവരുടെ കാര്യം മാത്രമല്ല പൊതുവിൽ ഈ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന ഒരു മുതലാളിയോടും നവോത്ഥാനത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു ആദരവുണ്ടാകണം. പക്ഷേ മാർക്സിസ്റ്റ് കണ്ണിലൂടെ നോക്കുമ്പോൾ അയാളൊരു ചൂഷകനായ ഒരു മുതലാളിയാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു വ്യത്യാസം ഇത് രണ്ടും തമ്മിലുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ നവോത്ഥാനം പറയും. ഇനിയിപ്പോൾ നവോത്ഥാനത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ തെറ്റിദ്ധരിക്കപ്പെട്ട് തേജോധനം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ കേരളത്തിലുണ്ട്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ നവോത്ഥാനം എന്നുള്ള വാക്കിനെക്കുറിച്ച് നമ്മളിപ്പോൾ നവോത്ഥാനമാണോ അല്ലെങ്കിൽ മതപരിഷ്കരണ പ്രസ്ഥാനമാണോ, ഇംഗ്ലീഷിൽ 2 വാക്കാണ്, റിനൈസൻസും റിഫർമേഷനുമാണ്. നമ്മുടെ ഇവിടെ രണ്ടാം കൂടെ കൂട്ടിക്കലർത്തി നവോത്ഥാനമാക്കി. ഇതിൽ മതപരിഷ്കരണം ഏതാ അല്ലെങ്കിൽ നവോത്ഥാനം ഏതാ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കുഴഞ്ഞു പറഞ്ഞ അവസ്ഥ കേരളത്തിലുണ്ട്. അതിൻ്റെ കൂടെ മാർക്സിസം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ മാർക്സിസം പറയാതെ അവർ നവോത്ഥാനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ അത്തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട്. എന്തായാലും ഇതിനേക്കാളൊക്കെ പ്രധാന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ജീവിത നിലവാരത്തിൽ എല്ലായിടത്തും എല്ലാ തരത്തിലും മാറ്റം വന്നു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. സാമൂഹിക ജീവിതത്തിൽ പലതരത്തിലുള്ള ഓപ്പണിങ്ങും ആളുകൾക്ക് കിട്ടി. പണ്ടില്ലാതിരുന്ന കുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് പോകലും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് അന്തരീക്ഷമൊക്കെ മാറി. ഇപ്പോഴും നമ്മൾ ഈ പഴയ ടൂളും പിടിച്ച് നമ്മൾ പറയുന്ന വരുതിക്കകത്ത് SNDP യോഗം നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മറ്റ് സമുദായങ്ങളുമായി ആ നിലക്ക് ഫൈറ്റിന് പോകാൻ ബുദ്ധിമുട്ടുമുണ്ട്. ഇപ്പോൾ കൂടുതൽ കേഡർമാരുള്ള ഈഴവ സമുദായത്തിനായതുകൊണ്ട് അവരെ എങ്കിലും പരിധിയിലാക്കാൻ കഴിയുമെന്നാണ് ഈ നോക്കുന്നത്. പണ്ട് ശ്രമിച്ചതുമാണ്. പക്ഷേ അതൊന്നും അത്ര സക്സസ്ഫുള്ളായില്ല. പക്ഷേ ഈഴവരുടെ പിൻബലം അന്നും CPM ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പിന്നീട് ഈ അടുത്ത കാലത്താണ് പിന്നെ ഒരു മാറ്റമൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പത്രഭാഷയെ പറഞ്ഞാൽ ഡെവലപ്പിംഗ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പത്രങ്ങളിലൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ അധികം കണ്ടില്ല. SNDP ആയി ബന്ധപ്പെട്ട് ഇനി പ്രശ്നം കുറച്ചുകൂടെ കലുഷമാകാനുള്ള സാധ്യതയും രൂപപ്പെടുന്നുണ്ട്. അത് നമ്മൾ കാണുന്ന വിഷയങ്ങളല്ല, നമ്മൾ സാധാരണ ഇതിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങളല്ല. SNDP യോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഒരുപാട് കോടതികളിലുണ്ട്. കാരണം വലിയ സമുദായമാണ്, ആളുകൾ സ്വതന്ത്ര ബുദ്ധിയുള്ള ആളുകളുമാണ്. അപ്പോൾ അനങ്ങുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അതിലിപ്പോൾ ചില കോടതി വിധികളിൽ പലതരത്തിൽ കോടതി വിധികളും ഉണ്ട്. ഒരേ തരത്തിലല്ലാത്ത വിധികൾ പല കോടതിയിൽ നിന്ന് പല ആൾക്കാർ വാങ്ങിച്ച വിധികളുമൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ഒടുവിൽ കേട്ടൊരു കഥ, ഇവരുടെ SNDP യോഗത്തിൻ്റെ അത് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. കമ്പനി ആക്റ്റാണ്. കമ്പനി ആക്ട് ആകുമ്പോൾ കേന്ദ്രത്തിനല്ലേ എന്തെങ്കിലും സഹായിക്കാനൊക്കെ ഒക്കുള്ളൂ. ഈ നമ്മുടെ സാധാരണ സാമൂഹിക സംഘടനകളൊക്കെ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്റ്റാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊക്കെ വേണമെങ്കിൽ സഹായിക്കാം. ഇതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കമ്പനി ആക്ട് അനുസരിച്ചുള്ള ഈ സംഘടന വെള്ളാപ്പള്ളി വന്നതിന് ശേഷം ഒരു നിശ്ചിത കാലയളവിൽ അതിൻ്റെ റിട്ടേൺ കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ആ കേസ് പല കോടതികളിലും അനുകൂലമായും പ്രതികൂലമായും പല കേസുകളുള്ള കൂട്ടത്തിൽ ഏതോ ഒരു കോടതി ഇതും ഉയർത്തിയിട്ടുണ്ട് ഈ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ആളുകളുടെ പ്രാകതയില്ലായ്മയും ആലോചനക്കുറവും ഒക്കെ ഭരണതലത്തിലിരിക്കുന്നവർക്കും കൂടെ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ വകുപ്പ് വെച്ച്, അതായത് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് നടപടി എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതാണെന്നൊക്കെ വിധിയിൽ വന്നിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു കോടതിയുടെ വിധിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് ഈ സംഘടനയെ അഡ്മിനിസ്ട്രേറ്റർ വെച്ച് പിടിക്കാൻ കഴിയുമെന്നുള്ള ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ AG വഴിയൊക്കെയാണ് അതിൻ്റെ അനക്കം. കാരണം AGയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഡിമാൻഡ് ഗവൺമെൻറ് പറഞ്ഞാൽ അതൊക്കെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അതൊക്കെ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഔദ്യോഗികമായ കാര്യങ്ങൾ ചെയ്താൽ ഇതൊരു ഓർഡിനൻസായി വരണമെങ്കിൽ മന്ത്രിസഭയൊക്കെ അംഗീകരിച്ചത് കഴിഞ്ഞ് ഗവർണർ ഒപ്പിടണമല്ലോ. അപ്പോൾ ഗവർണർ ഒപ്പിടുമോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുക്കും എന്നുള്ളതൊക്കെയാണ്
അടുത്ത ദിവസങ്ങളിൽ ഒരു സംഭവമായിട്ട് വികസിക്കാൻ സാധ്യതയുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഈ വിഷയമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് അടുത്ത അട്ടത്ത് വെച്ചൊന്നും വരാം. പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് കൂർമ്മ ബുദ്ധിയുള്ള ആളുകൾ ആലോചിച്ച് നടക്കുന്ന ഗെയിമാണ് ഏത് കാലത്തും. മറ്റുള്ളവനൊക്കെ അനുയായി തല്ലാനും കൊല്ലാനും ഒക്കെ പോകും. പക്ഷേ ടോപ്പിൽ ഏറ്റവും ഷാർപ്പായ ബ്രെയിനുള്ള ആളുകളാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു ഓർഡിനൻസ് കൊണ്ടുവരുന്നത് ബുദ്ധിയാണോ, അതല്ലെങ്കിൽ അത് SNDPയോട് അനുഭാവമുള്ള ഈടവർ, ഇപ്പോൾ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, അത് കൂടുതൽ പെരുപ്പിക്കാൻ ഇതിന് കാരണമാകുമോ എന്നൊക്കെയുള്ള വിഷയങ്ങളിലേക്കാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ കഥ വികസിച്ച് വരാൻ സാധ്യതയുള്ളത്. ഈ മുസ്ലിം പ്രീണനം നടത്തുന്നതിൽ SNDPക്ക് ഒരു പ്രധാന പങ്ക്, അതിൻ്റെ ഒരു പ്രചാരണം വഹിക്കുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഈ CCയിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. ഒപ്പം തന്നെ അതിനെ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? അതല്ല, നല്ല കേഡർമാർ CPMനുള്ള കാലത്ത് ഈ പ്രതിസന്ധികളൊക്കെ CPM മറികടന്നിട്ടുണ്ട്. നല്ല കേഡർമാരുണ്ടായിരുന്ന കാലത്ത് ആ തരത്തിലുള്ള കേഡർമാർ താഴെത്തട്ടിൽ പരിപൂർണമായി ഇല്ലാതായി ഞാൻ ധരിക്കുന്നില്ല. പക്ഷേ എന്നാലും പഴയ അളവിൽ അത്രയും കമ്മിറ്റഡായ കേഡർമാർ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കാരണം ഈ ഭരണത്തിനൊരു കുഴപ്പമുണ്ട്. ഭരണം എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഭരണം ഒരുക്കുന്നൊരു സുഖാലസ്യമുണ്ട്. എല്ലാവർക്കും വലിയ പ്രമാണിത്വം കിട്ടി, കാറ് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, നാട്ടിൻ പുറത്തുള്ള സൊസൈറ്റി പ്രസിഡൻറ്റിന് വരെ കാറ് കിട്ടി, അതല്ലെങ്കിൽ 10 രൂപ എവിടെന്നെങ്കിലും കൈയിട്ട് വരാവുന്നൊരു അവസരം കിട്ടി. ഇത് ഏത് പാർട്ടിക്കും ഭരണം കൊണ്ട് സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ്. ആ അവസ്ഥയിൽ അന്നത്തെ പഴയ സഖാക്കൾക്കുണ്ടായിരുന്ന വിശ്വാസ്യത, എല്ലാ കാലത്തും എല്ലാ സംഘടനയിലും മുഴുവൻ ആളുകളും വിശുദ്ധരാണെന്നൊന്നും ധരിക്കണ്ട. കുഴപ്പമുള്ള ആൾക്കാരും കുഴപ്പമില്ലാത്ത ആൾക്കാരും ഒക്കെ എല്ലാ സംഘടനയിലും കാണാം. പക്ഷേ താരതമ്യേന കുഴപ്പമുള്ളവരുടെ ശതമാനം അന്ന് CPMൽ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ഭരണവുമായി ചേർന്ന് കുറേ കാലമായുള്ള മുന്നോട്ട് പോക്കുകൊണ്ട് പതുക്കെ ഒന്ന് ലൂസായി തുടങ്ങുന്ന അവസ്ഥ, വെച്ചാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ തിരുത്തണമെന്ന് വിചാരിച്ചാൽ താഴെ തട്ടിലിറങ്ങിയ ആളുകളെ അനുനയിപ്പിച്ച് ബോധ്യപ്പെടുത്തി ഒക്കെ വേണം ഇത് ചെയ്യാൻ. പക്ഷേ ആളുകളുടെ കുഴപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ പോലെ ആളുകൾ തർക്കിക്കുന്നില്ല. പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ രാഷ്ട്രീയവും തർക്കമൊക്കെ പതിവാണ്. ഈ നാട്ടിലൊക്കെ ചായക്കടയിൽ രാഷ്ട്രീയവും മതപരമായ കാര്യങ്ങൾ സംസാരിക്കരുതെന്നൊക്കെ ബോർഡൊക്കെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കടകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആളുകളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതായിപ്പോയി അല്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. നമ്മളിനി സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ്റെ അന്ന് വോട്ട് വരുമ്പോൾ കാലത്തെ കുളിച്ച് കുറിയിട്ട് അവിടെ ചെന്ന് ഇവർക്കെതിരെ ഒരു വോട്ടും ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നൊരു മനോഭാവത്തിലേക്ക് ആളിലെത്തി. പണ്ട് രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് നമ്മുടെയൊക്കെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ കഴിഞ്ഞിട്ടൊരു അസസ്മെൻറ്റ്, ഇലക്ഷന് മുമ്പും അസസ്മെൻ്റ് ഉണ്ടാവും, ഇലക്ഷൻ കഴിഞ്ഞിട്ടും അസസ്മെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ പാർട്ടി ബ്രാഞ്ച് കൊടുക്കുന്ന കണക്ക് ഓൾമോസ്റ്റ് അതിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ ചെറിയ വ്യത്യാസം. ജയിക്കുമെന്ന് പറഞ്ഞാൽ ജയിക്കും, തോക്കുമെന്ന് പറഞ്ഞാൽ തോക്കും. ഇന്നിപ്പോൾ ആ പാർട്ടി, ഏത് പാർട്ടിയായാലും, മാർക്സിസ്റ്റ് പാർട്ടിക്കാണോ ഇവരെ ഉള്ളതിൽ കൂടുതൽ സംവിധാനമുള്ളത്, പക്ഷേ അവർക്ക് പോലും അങ്ങനെ ഈ ഇലക്ഷന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്താ സ്ഥിതി എന്ന് പറയാനോ സാധിക്കില്ല. ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അന്നും കൗണ്ടിങ്, പോളിംഗ് കഴിഞ്ഞൊരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അന്നും കൗണ്ടിങ്. അപ്പോൾ താഴെ തട്ടിലിരുന്ന് ബ്രാഞ്ച് തലത്തിൽ നിന്ന് കണക്കെടുത്ത് പ്രോസസ്സ് ചെയ്ത് അവസാനം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഏതാണ്ട് കൗണ്ടിങ്ങിന് കുറച്ച് തൊട്ടടുത്ത് ഇതെല്ലാം റീ ഓപ്പൺ ചെയ്തിട്ട് അവരുടെ അസസ്മെൻറ്റ്, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നടത്തിയ അസസ്മെൻ്റ് അന്ന് പറഞ്ഞത് 18 സീറ്റ് LDF ജയിക്കും, 2 സീറ്റ് UDF ജയിക്കും. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ അസസ്മെൻറ്റാണ്, ഈ CPMൻ്റെ അസസ്മെൻറ്റാണ്. 18-2 എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയിട്ടില്ലെങ്കിലും എനിക്ക് നമ്മളപ്പോൾ ഉള്ളവർക്ക് തോന്നുന്നു 2 സീറ്റ് മുസ്ലിം ലീഗിൻ്റെ ആയിരിക്കും, UDF ജയിക്കുമെന്ന് പറയുന്നത്, ബാക്കി 18 LDF ജയിക്കും എന്നുള്ള മട്ടിലാണ്. പക്ഷേ ആ ഇലക്ഷനിലാണ് 19-1 ആയത്. 19-1 ആയി.
അപ്പോൾ ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ കാലത്ത്. സി പി എമ്മിനോട് പറയുമ്പോൾ ആളുടെ സി പി എം കാര്യമില്ലുമ്പോൾ അവരോടും സൂചിപ്പിച്ച് സന്തോഷിച്ച് വർത്തമാനമൊക്കെ പറയും. പണ്ടൊക്കെ നമ്മൾ ഈ വോട്ട് ചെയ്യൽ ചോദിച്ചൊക്കെ വീടുകളിലൊക്കെ ചെന്നിരുന്ന പഴയ കാലത്ത് അവിടെ കൗൺസിലർ കുഴപ്പമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും, അതിലൊക്കെ ആൾക്കാർ ക്ഷോഭിച്ച് പൊട്ടിത്തെറിക്കും പ്രവർത്തകരോട്. പക്ഷേ ആളുകൾ അവസാനം പാർട്ടിക്ക് വോട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു എക്സസൈസ് അന്നുണ്ട്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ അങ്ങനെ വലിയ വിശ്വാസമുള്ള താഴെ തട്ടിലുള്ള ആളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ആളെന്തിനാ ഇവരോട് സംസാരിച്ചിട്ട് തർക്കിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് പോയി വോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ തവണ 18-2 നമ്മൾ ഈ ഇടതുപക്ഷം കണക്കാക്കിയിരുന്നെങ്കിൽ ഈ തവണയും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് ഉണ്ടാവും എന്ന് ഇത്തവണ വിചാരിച്ചു. ഇപ്പോഴും 19-1 തന്നെ, അല്ലെങ്കിൽ 18-2 ബി ജെ പിയും കൂടെ കൂടുമ്പോൾ വലിയ വ്യത്യാസം ഇത്തവണയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സാധാരണ ജനങ്ങൾ, കേരളത്തിലെ സാധാരണ ജനങ്ങൾ പഴയതുപോലെ രാഷ്ട്രീയക്കാരോട് ഉള്ളു തുറക്കുന്നില്ല. അവരങ്ങനെ ഉള്ളു തുറക്കുന്നില്ല. ഇലക്ഷൻ്റെ അന്ന് കാലത്ത് അവർ പോയി വോട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതിൽ സി പി എം ഉള്ളു തുറക്കുന്നില്ല. സി പി എം ഉള്ളു തുറക്കുന്നില്ല. പ്രധാനപ്പെട്ടിട്ടും നമുക്ക് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു ഉള്ളു തുറക്കൽ ഇല്ലായ്മ, അല്ലെങ്കിൽ അവര് ജനങ്ങളിലേക്ക് കൃത്യമായി ഇറങ്ങി സി പി എമ്മിനോടും ജനങ്ങൾ ഉള്ളു തുറക്കുന്നില്ല തിരിച്ചും. കാരണം അങ്ങനെ ഒരു വേവ് ലെങ്ത് ഇല്ല. ഈ എല്ലാവരും ഒക്കെ വലിയ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലെ പാർട്ടിയുടെ സാധാരണ തരത്തിലുള്ള പ്രവർത്തകരെല്ലാം വലിയ സ്ഥാനങ്ങളിലാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈ ലോട്ടറി കൊടുക്ക് പോസ്റ്റോ സാധനങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പക്ഷേ ഇവന് ആ പ്രദേശത്തുള്ള സാധാരണ ജനങ്ങളുമായി ഒരു ആക്സസ് ഇല്ല. പാർട്ടിയുടെ തണലിൽ ഇവൻ വലിയ പുലിയാണ്. പക്ഷേ ഈ സാധാരണ കേഡർമാരെ ആ പണ്ട് കാലത്ത് താഴെ തട്ടിൽ നടന്നിരുന്ന പോലത്തെ ചെയ്യുന്ന ആളുകൾ ആ അവസ്ഥയില്ല. മാത്രമല്ല പ്രത്യേകിച്ചൊരു വരുമാനവും ഇല്ലാത്ത രാഷ്ട്രീയം കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ആളുകൾ എങ്ങനെ ഇത്ര വലിയ സമ്പന്നരായി എന്നുള്ളത് നാട്ടുകാർ ചോദിക്കും. അപ്പോൾ പണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ മിക്കവാറും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസവും, ഞാൻ പറയുന്നത് ഒരാളൊക്കെ അഴിമതിക്കാരും കുഴപ്പക്കാരും 1-2 ആളൊക്കെ അന്നും കാണും. പക്ഷെ മഹാഭൂരിപക്ഷവും ത്യാഗികളും കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവരൊക്കെയാണ്. ആ അവസ്ഥയിലല്ലാത്തവർ ലീഡർഷിപ്പിൽ താഴെത്തട്ടിൽ പോലും വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉള്ളു തുറക്കേണ്ടതെന്ന് നാട്ടുകാരും വിചാരിക്കും. അപ്പോൾ അവനോട് തർക്കിക്കാനില്ല. അവൻ വന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പിന്നെ ചെയ്തേക്കാം. ചെയ്യാമെന്ന് പറയുന്നത് മറ്റേ നെഗറ്റീവ് അർത്ഥത്തിലാണ്. കാലത്ത് അവിടെ പോയി ചെയ്തു തരാം. മറ്റേ ആ ഒരു വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ചർച്ചയിൽ ഇവർ പറയുകയില്ല. പക്ഷേ ഇതൊരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. അതായത് ധാർമ്മികത ഇല്ലാത്ത ആളുകളാണ് ലീഡർഷിപ്പിൽ താഴെത്തട്ട് മുതൽ മേലെത്തട്ട് വരെ എന്നൊരു പ്രതീതി സമൂഹത്തിലുണ്ടായി. മുഴുവൻ പേരും അങ്ങനെയാണ്. ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കാം. സാഹിത്യകാരന്മാരും അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നില്ലേ? കാരണം ഇവരൊരു തിരുത്തൽ ശക്തിയായിട്ട് മുമ്പിൽ നിൽക്കാൻ സാഹിത്യകാരന്മാർക്ക് സാധിക്കുന്നില്ല. സി പി എം അങ്ങനൊരു സംഭവം കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ആ കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ പണ്ടുണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയല്ലോ. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ലൈബ്രറി കൗൺസിൽ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ്. നാട്ടിലുള്ള എല്ലാ കോളേജുകളും അവിടുത്തെ കോളേജ് യൂണിയൻ ആണ്. ഇപ്പം ഇവർക്ക് വേണ്ടത് വേദി കിട്ടണം. പിന്നെ ഇവൻ്റെ പുസ്തകം വില കൊടുത്ത് സ്ഥാപനങ്ങൾ വാങ്ങിക്കണം. കോളേജ് ലൈബ്രറി ആണെങ്കിലും പൊതു ലൈബ്രറി ആണെങ്കിലും ഒക്കെ അത് വാങ്ങിക്കണം. അപ്പോൾ ഇവൻ ഈ പണ്ട് സക്രിയയുടെ കഥയിൽ പറയുന്ന പോലെ വിധേയൻ്റെ റോളിലാണ് അഭിനയിക്കുന്നത്. ഇവനൊരു വാചകം തിരിച്ചു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സാക്ഷാൽ വൈലോപ്പിള്ളി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് വൈലോപ്പിള്ളിയാണല്ലോ അധ്യക്ഷൻ. അപ്പോൾ EMS എന്തോ ഉദ്ഘാടനം ചെയ്യാനോ അങ്ങനെ ഒരു സമ്മേളനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആരോ ചെന്ന ചവിട്ടിൽ പറഞ്ഞു EMന് പോകാൻ തിരക്കുണ്ട്, അപ്പോൾ ആദ്യം EM പ്രസംഗിച്ചിട്ട് വൈലോപ്പിള്ളി പ്രസംഗിക്കാം. അപ്പോൾ EM പോകുമല്ലോ. അപ്പോൾ വൈലോപ്പിള്ളി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു EMSന് തിരക്കുണ്ടെന്നാണ് ആരോ ചവിട്ടി പറഞ്ഞത്. EMSന് തിരക്കുണ്ടെങ്കിൽ EMS പ്രസംഗിക്കാതെ പോട്ടെ, അധ്യക്ഷൻ ഞാനാണ്, ഞാൻ പ്രസംഗിച്ചിട്ട് പുള്ളി ഉദ്ഘാടനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു.
അപ്പോഴേക്ക് EMS എഴുന്നേറ്റിട്ട് അല്ലല്ല എനിക്ക് തിരക്കൊന്നുമില്ല, അയാളെന്തോ തെറ്റിദ്ധരിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് EMS അത് സമർത്ഥമായി കൈകാര്യം ചെയ്തു. ആ തരത്തിൽ EMSനോട് പോലും പറയാൻ ധൈര്യമുണ്ടായിരുന്ന, കരുത്തുണ്ടായിരുന്ന ആളുകൾ ഒരുപാട് കേരളത്തിലുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇയാൾ പുരോഗമന സാഹിത്യത്തിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ അവർ എന്തെങ്കിലും പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ പാർട്ടിയെ സേവ പിടിച്ച് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാകാം എന്നൊന്നും വയലൊപ്പിടി ധരിച്ചിട്ടുമില്ല. ആ നിലവാരത്തിലുള്ള എഴുത്തുകാരുടെ കാലമല്ല ഇത്. ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു. നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസമാണോ എന്ന് ആളുകൾ ചിന്തിക്കണം എന്നുള്ളൊരു ചോദ്യം ചേട്ടൻ ചോദിച്ചു. ഇതൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണെന്ന് കരുതുന്നു. അപ്പോൾ അത് ആളുകൾ തന്നെ ചിന്തിക്കട്ടെ. തീർച്ചയായിട്ടും.